ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മൂകാംബികയിലാണ്. ദേവിയെ തൊഴുതിട്ട് നെക്സ്റ്റ് നമുക്ക് കുടജാത്രയ്ക്ക് പോകാനുള്ള പ്ലാനിങ്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഇത് ആദ്യമായിട്ടാണ് മൂകാംബികയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കി ആരും ഇതുവരായിട്ട് കുടജാത്രയ്ക്ക് പോയിട്ടുമില്ല. സോ അങ്ങനെ ഇരിക്കെ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കുടജാത്രയ്ക്ക് പോകാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുടജാത്രയ്ക്ക് പോകാനായിട്ടുള്ള ജീപ്പ് തപ്പി ഇറങ്ങി. സോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ജീപ്പ് സഫാരി ടീംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ടോട്ടൽ ഒരു 8 പേരുണ്ട്. 8 പേർക്ക് ഈ ജീപ്പിൻ്റെ റെൻറ്റ് 3200 രൂപ പ്ലസ് ഒരു 60 രൂപ ഫോറസ്റ്റ് എൻട്രി ടിക്കറ്റിന് കൊടുക്കണം. ഗ്രൂപ്പ് അല്ലാതെ പോകുന്നവർക്ക് ഒരാൾക്ക് 470 രൂപയാവും. കുടജാദ്രി ടൈമിംഗ് രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. കൊല്ലൂരിൽ നിന്നും കുടജാദ്രി വരെ പോകാൻ ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. ബാംഗ്ലൂർ ഷിമോഗ വഴിയാണ് പോകുന്നത്. സോ ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. സോ ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്പർ എല്ലാം പ്രൊവൈഡ് ചെയ്യണം. വൺസ് നിങ്ങൾ ആ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ആ ചെക്ക് പോസ്റ്റിലുള്ള ഈ ലേഡി സ്റ്റാഫ് വന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കും നിങ്ങൾ എത്ര വാട്ടർ ബോട്ടിൽസ് ക്യാരി ചെയ്യുന്നുണ്ട്, വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്സ് എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. നിങ്ങൾ എന്ത് ബോട്ടിൽസ് എന്ത് പ്ലാസ്റ്റിക്സ് നിങ്ങളിവിടെ കൊണ്ടുപോകണം അതെല്ലാം നിങ്ങൾ തിരിച്ച് പോകുന്നിടത്ത് ഈ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് വെച്ചാൽ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു ഓഫ് റോഡ് എടുക്കുകയും ചെയ്യും. എടുത്തു കഴിഞ്ഞാൽ വാള് വെക്കാൻ ചാൻസ് ഉണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ ബാക്ക് സീറ്റിൽ മാക്സിമം ചൂസ് ചെയ്യില്ല, അവർ നേരെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിയുടെ നോഡൽ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വന്ന് ജീപ്പ് പാർക്ക് ചെയ്യുന്നത്. സോ ജീപ്പിലെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂർ സമയമുണ്ട്, ആ 1.5 മണിക്കൂറിനകത്ത് നിങ്ങളിവിടെ തിരിച്ചെത്തണമെന്നും പറഞ്ഞു. നമ്മളിപ്പോൾ ഈ കാണുന്ന അമ്പലമാണ് ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ദേവി മൂകാസുരനെ വധിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇവിടെയാണ് ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിപ്പിച്ച സ്ഥലം. ഇവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന കൊല്ലൂർ മൂകാംബികയിലോട്ട് ആവാഹിച്ച് കൊണ്ടുവന്നത്. ശങ്കരാചാര്യ സർവജ്ഞപീഠത്തിലോട്ടുള്ള ട്രെക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് സൗബർണിക നദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ചെറിയ അമ്പലങ്ങളൊക്കെ 2000 വർഷം മുമ്പേ പണിഞ്ഞതാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല സ്റ്റീപ്പി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ച് കയറേണ്ടത്. നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം തിരിച്ച് അതേപോലെ നമ്മൾ തിരിച്ച് കൊണ്ടുപോവുക. തിരിച്ചിറങ്ങാൻ നേരത്തെ ചെക്ക് പോസ്റ്റിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇൻഫർമേഷൻ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടായാൽ നമ്മളിൽ നിന്ന് അവർ ഫൈൻ ഈടാക്കുന്നതാണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണുന്നവരെല്ലാവരും മലയാളികളാണ്. കാണുന്നവരോടൊക്കെ ഒരേ ഒരു ചോദ്യം മാത്രം, ഇനി എത്ര ദൂരമുണ്ട്? നമ്മൾ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് പോയവരിൽ ആർക്കും ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടുത്തെ പോസിറ്റിവിറ്റിയും ക്ലൈമറ്റും അതാണ് ഈ സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പോകുന്ന പാതയുടെ സൈഡിലൊക്കെ കൊക്കയാണ്. കൊച്ചു പിള്ളേരെയും പ്രായമായവരെയും അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുപോവുക. നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ശങ്കരാചാര്യരും അഗസ്ത്യ മുനിയൊക്കെ തപസ്സിരുന്ന സ്ഥലത്തിനോട് വിട പറയുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴ നമ്മളെല്ലാവരും ആ മഴ നനഞ്ഞ് തന്നെയാണ് ഹോട്ടൽ റൂമിൽ എത്തിയത്. പക്ഷേ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ ഈ ബിസി ലൈഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തേക്ക് ഓരോ ട്രിപ്പ് പോവുക. ആ ട്രിപ്പ് നിങ്ങൾക്ക് നല്ല നല്ല മെമ്മറീസ് കൊണ്ടുവരും. ഈ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ. സോ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാണും, ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.